ഹായ് ഫ്രണ്ട്സ്, 2019 പുറത്തിറങ്ങിയ സ്പാനിഷ് ഫിലിമായ ദ പ്ലാറ്റ്ഫോമിന്റെ രണ്ടാം ഭാഗം ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ OTT റിലീസ് ആയിട്ടുണ്ട്. പ്ലാറ്റ്ഫോം 2. അതിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ദി പ്ലാറ്റ്ഫോം 2 കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് ദി പ്ലാറ്റ്ഫോമിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ രണ്ട് സിനിമകളും ഉൾപ്പെടുന്നത് ഡിസ്റ്റോപ്പിയൻ ത്രില്ലർ എന്ന് പറയുന്ന ഒരു ജോണറിലാണ്. അപ്പോൾ ചോദിക്കും, എന്താണ് ഡിസ്റ്റോപ്പിയൻ ത്രില്ലർ? ഡിസ്റ്റോപ്പിയ എന്നാൽ ഉദ്ദേശിക്കുന്നത് ഫ്യൂച്ചറിൽ നടക്കുന്ന കാര്യങ്ങൾ, അതും സമൂഹമൊക്കെ കുറച്ച് മോശം അവസ്ഥയിലൂടെ പോകുമ്പോൾ നടക്കുന്ന കഥകൾ, അതാണ് ഡിസ്റ്റോപ്പിയൻ ത്രില്ലേഴ്സ്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉട്ടോപ്പിയൻ ത്രില്ലേഴ്സ് ഉണ്ട്. അതായത് ഒരു ഐഡിയലിസ്റ്റിക് സിറ്റുവേഷൻ, എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ പോകുന്ന ഒരു കണ്ടീഷൻ നടക്കുന്ന കഥകളാണ് ഉട്ടോപ്പിയൻ ത്രില്ലേഴ്സ്. 2019 പുറത്തിറങ്ങിയ ദ പ്ലാറ്റ്ഫോം എന്ന ഫിലിമിന്റെ ബേസിക് പ്ലോട്ട് എന്താണെന്ന് വെച്ചാൽ, ഒരു വേർട്ടിക്കലായ ജയിലുണ്ട്. അവിടെ ഓരോ നിലകളിലായാണ് തടവുകാരെ പാർപ്പിച്ചിരിക്കുന്നത്. ഓരോ നിലകളിലും 2 വീതം തടവുകാരാണ് ഉള്ളത്. പക്ഷെ എത്ര നിലകളുണ്ടെന്ന് നമ്മളിവിടെ പറയാൻ പാടില്ല, അത് ചിലപ്പോൾ ഒരു സ്പോയിലർ ആയിരിക്കും. അതെ. അപ്പോ ഈ തടവുകാർക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഒരു വിചിത്രമായ രീതിയിലാണ്. അതായത് നമ്മുടെ ഫിലിമിലെല്ലാം കാണുന്ന പോലെ നേരിട്ട് കൊടുക്കാനല്ല. ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. ആ പ്ലാറ്റ്ഫോമിൽ പല തരത്തിലുള്ള ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാവും. അത് 1ാമത്തെ നിലയിലെത്തും. അവിടുന്ന് 2 തടവുകാരുണ്ടല്ലോ, അവർക്ക് എത്ര ഭക്ഷണം ഇവിടെ കഴിക്കാം, അതിന് ലിമിറ്റ് ഒന്നുമില്ല. പിന്നെ ആ പ്ലാറ്റ്ഫോം അവർ കഴിച്ചു കഴിഞ്ഞാൽ നേരെ 2ാമത്തെ നിലയിലെത്തും. ഒരു ലിഫ്റ്റ് പോലെയാണ് അത് വരിക. അതെ, 2ാമത്തെ നിലയിലെത്തും. അവിടുന്ന് അവര് ബാക്കിയുള്ള ഭക്ഷണങ്ങൾ കഴിക്കും. അങ്ങനെ 3ാമത്തെ 4ാമത്തെ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുക ചെയ്യാം. അപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്താ വെച്ചാല്, ഏറ്റവും അവസാനത്തെ നിലയിലെത്തുമ്പോൾ ചിലപ്പോൾ ഭക്ഷണം ഉണ്ടാവില്ല, അല്ലെങ്കിൽ എച്ചിലായിരിക്കും ഉണ്ടാവുക. അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ വരുന്നുണ്ട്. ടോട്ടലായി പറഞ്ഞു കഴിഞ്ഞാൽ ദി പ്ലാറ്റ്ഫോം എന്നുള്ള 1ാം ഭാഗത്തിൽ ഭക്ഷണം വിതരണം ചെയ്യുന്ന രീതി കൺട്രോൾ ചെയ്യാൻ വേണ്ടി ആരും ഉണ്ടായിരുന്നില്ല. ആകെ മൊത്തം ഒരു അരക്ഷിതാവസ്ഥയായിരുന്നു. പക്ഷേ ദി പ്ലാറ്റ്ഫോം 2ലേക്ക് വന്നാൽ ഇവിടെ ജയിലിലേക്ക് എൻറോൾ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ തടവുകാർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ചൂസ് ചെയ്യാം. അത് എല്ലാ ദിവസവും മെനുവിൽ ഉണ്ടായിരിക്കും. പിന്നെ ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി മാസ്റ്റർ എന്നുള്ള ഒരാളുടെ കീഴിൽ ഉള്ള ഒരു വിഭാഗം, അവരെ പറയുന്നത് ലോയലിസ്റ്റുകൾ എന്നാണ്. അഥവാ ഒരാൾ പറഞ്ഞ ഭക്ഷണത്തിന് ഉപരിയായിട്ട് മറ്റൊരു ഭക്ഷണം എടുക്കുന്നതാണെങ്കിൽ അത് നിയമത്തിന് വിരുദ്ധാണ്, അതിന് ശിക്ഷ കിട്ടും. പക്ഷെ ഞാൻ പറഞ്ഞ ഭക്ഷണം മടുത്തു, അപ്പോൾ എനിക്ക് വേണമെങ്കിൽ സ്വാപ്പ് ചെയ്യാം മറ്റൊരാളുടെ ഭക്ഷണമായിട്ട്. ഇൻ കേസ് ഒരാൾ മരിച്ചു, പക്ഷെ അയാളുടെ ഭക്ഷണം എല്ലാ ദിവസവും മെനുവിൽ വരുമല്ലോ, അത് എടുക്കാൻ പാടില്ല. അത് എടുത്തു കഴിഞ്ഞാലും അത് നിയമവിരുദ്ധാണ്. ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഈ ലോയലിസ്റ്റുകളാണ്. ഈ ലോയലിസ്റ്റുകൾ കുറച്ച് റൂളുകളൊക്കെ സെറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഭക്ഷണം അവസാനത്തെ തട്ടിലേക്ക് എത്തുക എന്നുള്ളത്. അതിന്റെ നടുക്ക് ആരെങ്കിലും അത് ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ അവർക്കുള്ള ശിക്ഷയും കൊടുക്കും. അപ്പോൾ ഇതിനെ എതിർക്കുന്ന ഒരു വിഭാഗമുണ്ട്, അവരെ പറയുന്നത് ബാർബേറിയൻസ് എന്നാണ്. ഈ ലോയലിസ്റ്റുകളും ബാർബേറിയൻസും തമ്മിലുള്ള ആ ഒരു ഫൈറ്റ് ആണ് ദി പ്ലാറ്റ്ഫോം 2വിന്റെ ഇതിവൃത്തം. ഈ 2 ഫിലിം കാണുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. കാരണം ഇത് എല്ലാവർക്കും ദഹിക്കണമെന്നില്ല. അതിന് പ്രത്യേകിച്ച് ഒന്ന് കാരണം പറയാനുള്ളത്, ഞാൻ പറഞ്ഞു 1ാമത്തെ നിലയിൽ നിന്ന് ഭക്ഷണം തടവുകാർ കഴിച്ചു, അതിന്റെ ബാക്കിയാണ് 2ാമത്തെ നിലയിൽ കിട്ടുക. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുക ചെയ്യുന്നത്. അപ്പോൾ 1ാമത്തെ നിലയിൽ നിന്ന് കഴിച്ചവരെ എച്ചിലും അവശിഷ്ടങ്ങളും എല്ലാം തന്നെ ആ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ നിക്ഷേപിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ 100-110 നിലകളിൽ എത്തുമ്പോഴേക്കും അതിനകത്ത് വെറും എച്ചിന് മാത്രമേ ഉണ്ടാവും. അത് അവർ ആ എച്ചിലോടെ കഴിക്കുന്ന കാണുമ്പോൾ നമുക്ക് ഛർദ്ദിക്കാനോ അല്ലെങ്കിൽ നമുക്കത് കാണുമ്പോൾ തന്നെ ഒരു അവജ്ഞ തോന്നും. പിന്നെ വേറെ ഒന്നാണ് ഇതിനകത്ത് വയലൻസ് വെച്ചാൽ അതിഭീകര വയലൻസ് ആണ്. രക്തമെല്ലാം ചിതറുക. പിന്നെ മനുഷ്യമാംസം കഴിക്കുന്നവരുണ്ട് പച്ചക്ക്. പിന്നെ ന്യൂഡിറ്റി പ്രദർശിപ്പിക്കുന്നുണ്ട്. അതായത് 18+ ആയ കുറെ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അതുപോലെ ഇതും മനുഷ്യമാംസത്തിൽ പുഴുവരിക്കുന്നുണ്ട്. ആ പുഴുവരിക്കുന്ന മാംസം എടുത്ത് ഭക്ഷിക്കുന്ന ചില സീനുകൾ, അതൊന്നും എല്ലാവർക്കും ദഹിക്കണമെന്നില്ല. ഈ ദി പ്ലാറ്റ്ഫോം എന്നുള്ള 1ാം ഭാഗം ഞാൻ കോവിഡ് സമയത്ത് കണ്ടവടായിരുന്നു. ആ സമയത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള റിവ്യൂസ് വന്നൊരു സിനിമയായിരുന്നു. 1ാം ഭാഗത്തിന്റെ അത്ര 2ാം ഭാഗം ഒത്തിയോന്ന് ചോദിച്ചാൽ അതേ പാറ്റേണുള്ള സിനിമയാണ്. അത്യാവശ്യം ട്വിസ്റ്റുകളൊക്കെ ഉണ്ട്. അതിലുള്ള ചില കഥാപാത്രങ്ങൾ ഇതിലും വരുന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ 1ാം ഭാഗത്തിന് ഏകദേശം തുല്യമായ രീതിയിൽ നിൽക്കുന്ന 2ാം ഭാഗം എന്ന് പറയാൻ പറ്റും ഈ ദി പ്ലാറ്റ്ഫോം 2വിനെ കുറിച്ച്. പക്ഷേ ഈ 1ാം ഭാഗമായാലും 2ാം ഭാഗമായാലും ഇതിന്റെ എൻഡിങ് എങ്ങനെയാ വെച്ചാൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വിട്ട പോലെ, അതായത് നമുക്കൊരു കൃത്യമായ ഒരു എൻഡിങ് ഇവർ തരുന്നില്ല. കൃത്യമായ ഒരു ആൻസർ തരുന്നില്ല. പക്ഷെ ചില ഹോളിവുഡ് പടങ്ങൾ അല്ലെങ്കിൽ സ്പാനിഷ് പടങ്ങളൊക്കെ അങ്ങനെയാണ്. അവര് നമ്മുടെ ചിന്തക്ക് വിടും. പക്ഷെ നമ്മളിത് ഗൂഗിൾ സെർച്ച് ഒക്കെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പല തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ കാണാൻ പറ്റും. അത് നല്ല രസമാണ്. എനിക്കതുപോലെയുള്ള സിനിമകൾ ഇഷ്ടമാണ് ആക്ച്വലി. മറ്റൊരു കാര്യം പറയാനുള്ളത്, ദി പ്ലാറ്റ്ഫോം 2 എന്നുള്ളത് 1നെ സംബന്ധിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റ് ആണ്. കാരണം ഈ സിനിമയിൽ സമൂഹത്തിലെ കുറച്ചധികം അപജയങ്ങളെ തുറന്നു കാണിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് മതം, ജാതി,
ക്യാപിറ്റലിസം, കമ്മ്യൂണിസം, ഇതിലുണ്ടാകുന്ന ചെറിയ പുഴുക്കുത്തുകളൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ട് ഇവരെ ടച്ച് ചെയ്യുന്നുണ്ട്. ഈ ഫിലിം ഒരു സ്പാനിഷ് ഫിലിമാണെന്ന് പറഞ്ഞല്ലോ, പക്ഷെ ഇതിന്റെ ഹിന്ദി, ഇംഗ്ലീഷ് ഡബ്ഡ് വേർഷൻ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. ഇതിന്റെ ഒന്നാം ഭാഗത്തിന്റെ ദൈർഘ്യം 1 മണിക്കൂർ 30 മിനിറ്റും രണ്ടാം ഭാഗത്തിന്റെ ദൈർഘ്യം 1 മണിക്കൂർ 40 മിനിറ്റുമാണ്. ഇനി റേറ്റിംഗിലേക്ക് കടന്നാൽ ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് 3.5 ഔട്ട് ഓഫ് 5. ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് 3.75 ഔട്ട് ഓഫ് 5. ഇതിന്റെ ഒന്നാം ഭാഗത്തിന് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിച്ച റേറ്റിംഗ് 4 ഔട്ട് ഓഫ് 5 ആണ്. അപ്പൊ ചോദിക്കും, ഇതിനു മുമ്പ് പറഞ്ഞല്ലോ ഏകദേശം തുല്യമായ സീക്വൽ ആണെന്ന്. പക്ഷെ ഞാൻ ഒരു 0.25 കുറക്കാനുള്ള ഒരേ ഒരു കാരണം, ഇത് അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് ആണ്. രണ്ടാം ഭാഗം നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണം എന്നുള്ള ഒരു ആവശ്യമുണ്ട്. ഇതിവിടെ ആൻസർ ചെയ്യുന്നില്ല. ക്ലൈമാക്സ് വീണ്ടും ഓപ്പൺ എൻഡഡ് ആയിട്ട്